ന്യൂസ് സ്കാൻ മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ അറിയേണ്ട സുപ്രധാനമായ അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ്. നിലവിൽ ഡിസംബർ മാസം മുതൽ ഏപ്രിൽ മാസം വരെയുള്ള 5 മാസത്തെ ക്ഷേമ പെൻഷനായി 8,000 രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും കുടിശ്ശിക ആയിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് സർക്കാർ. തെരഞ്ഞെടുപ്പിന് ശേഷം 2 മാസത്തെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ഇതിൻ്റെ ഭാഗമായി ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി രൂപവൽക്കരിച്ച പെൻഷൻ കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും വായ്പ എടുത്തിരുന്നു. കമ്പനിയുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന പണത്തിൽ ഒരു ഗഡു കൂടി നൽകുവാൻ തികയുമായിരുന്നു. എന്നാൽ സാമ്പത്തിക വർഷാവസാനം ട്രഷറിയിൽ പണമില്ലാതെ വന്ന സാഹചര്യത്തിൽ ഈ പണം അവിടേക്ക് മാറ്റി എന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ട്രഷറി നിലവിൽ ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റാണ്. ഈ പണം തിരിച്ചെടുക്കാൻ ആകില്ല. മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്ന് വരുമാനം എത്തിയെങ്കിൽ മാത്രമേ ഈ പണം കമ്പനിക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. ഇതിന് ശേഷം മാത്രമേ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യൂ. സർക്കാർ ജീവനക്കാരുടെ കൂട്ടവിരമിക്കലാണ് സംസ്ഥാനത്തിന് വെല്ലുവിളി ആയിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഏപ്രിലിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് 2 ഗഡുവിൻ്റെ തുകയായ 3,200 രൂപ വീതം നൽകിയിരുന്നു. എന്നാൽ ഇതുൾപ്പെടെ കഴിഞ്ഞ വർഷം നവംബർ വരെയുള്ള കുടിശ്ശികയാണ് ഇപ്പോൾ വിതരണം ചെയ്ത് തീർന്നിരിക്കുന്നത്. ഈ മാസം അടുത്ത ആഴ്ചയോടെ 1 ഗഡുവും കൂടി നൽകുവാൻ ധനവകുപ്പ് തയ്യാറെടുത്തു കഴിഞ്ഞു. അത് ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയാണ്. മാസം തോറും പെൻഷൻ നൽകി വിതരണം ക്രമത്തിലാക്കുമെന്നാണ് സർക്കാർ വാഗ്ദാനം നൽകിയിരുന്നത്. എന്നാൽ ഓരോ ഗഡു മാത്രം നൽകുകയാണെങ്കിൽ കുടിശ്ശിക അങ്ങനെ തന്നെ നിൽക്കും. ഉത്സവകാല അവസരങ്ങളിലോ മറ്റോ 2 ഗഡു തുകകൾ നൽകിയാലും കുടിശ്ശിക അടുത്തൊന്നും തീരില്ല. പെൻഷൻ 2 ഗഡു വീതം വിതരണം ചെയ്യുവാൻ സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിലാണ് പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ലക്ഷക്കണക്കിന് സാധാരണക്കാരായവരുടെ ആശ്രയമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ പ്രതിസന്ധി തുടരുന്നത്. ഈ മാസം കൂടിയാകുമ്പോൾ 6 മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയാകുന്നത്. ഇത് കൊടുത്തു തീർക്കുവാൻ 4,800 കോടി രൂപയാണ് വേണ്ടത്. അതിനാൽ തന്നെ പെൻഷൻ തുക ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുവാനാണ് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ നീക്കം. ഈ മെയ് മാസം അവസാനത്തോടുകൂടി 1 മാസത്തെ പെൻഷൻ തുകയായ 1,600 രൂപ വിതരണം ചെയ്യുവാൻ സർക്കാർ നടപടി സ്വീകരിച്ചതായി ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്.